കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഏതാണ്ടൊരു അന്തിമഘട്ടത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും KPC പ്രസിഡന്റ് സണ്ണി ജോസഫും ഡൽഹിയിലുണ്ടെന്നൊക്കെ പറയുന്ന കേട്ടു. ഏതായാലും ഇപ്പോൾ കേൾക്കുന്ന ഒരു വർത്തമാനം, പാലക്കാട് ഈ രമേഷ് പിഷാരടി സ്ഥാനാർത്ഥിയാവാൻ അദ്ദേഹം സ്വയം സന്നദ്ധത അറിയിച്ചു എന്ന് പറയുന്നു. പിഷാരടിയുടെ പേര് അവസാന പരിഗണനയിലാണോ? അല്ല, ഇത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പിഷാരടിയുടെ പേര് കേരളത്തിലെ പല സ്ഥലങ്ങളിൽ കേട്ടിരുന്നു നമ്മൾ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം രാഷ്ട്രീയപരമായിട്ട് പിഷാരടി ഒരു സിനിമാ നടനാണ്. പക്ഷെ അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം, അദ്ദേഹത്തിൻ്റെ ഓരോ ചർച്ചകൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഓരോ വേദികളിലെ പ്രസംഗങ്ങളാണെങ്കിലും ഇന്നും അതിന് വാല്യൂ ഉണ്ട്. വാല്യൂ എന്ന് പറയുമ്പോൾ ചിന്തിക്കാനും ചിരിപ്പിക്കാനും ഒരേ സമയം കഴിയുന്ന വാക്കുകളാണ് രമേഷ് പിഷാരടിയുടേത്. ഇപ്പോൾ രമേഷ് പിഷാരടിയെ ആദ്യം തൊട്ട് കേൾക്കുന്നത് തൃപ്പൂണിത്തറയിൽ മത്സരിപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നാണ് നേരത്തെ തൊട്ട് കേൾക്കാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ പാലക്കാടിനെ സംബന്ധിച്ച് നമുക്കറിയാം, പാലക്കാടിൻ്റെ രാഷ്ട്രീയ സാഹചര്യം വളരെയധികം മാറിയിട്ടുണ്ട്. മാറിയതിന് പ്രധാനപ്പെട്ട കാരണം രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള വിഷയമാണ്. പക്ഷേ രാഹുൽ തന്നെ പാലക്കാട് മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് പാലക്കാടുമുണ്ട്, കേരളത്തിലുമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമ്മൾ ഒരുപാട് വട്ടം ചർച്ച ചെയ്തതാണ്. സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നു. അതേപോലെ തന്നെ അദ്ദേഹം ഇപ്പോഴും MLA തന്നെയാണ് പാലക്കാടിൻ്റെ. പക്ഷേ രാഹുലിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴുമുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുലിനെ ഇപ്പോൾ നിർത്തുന്നതോ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നതോ അവർക്ക് ഉപയോഗപ്പെടില്ല, അല്ലെങ്കിൽ അത് വലിയ രീതിയിൽ ദോഷം ചെയ്യുമെന്നൊരു ധാരണ കോൺഗ്രസ് ഉണ്ട്. കാരണം CPM അലക്കി വാരും രാഹുലിനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ. കാരണം ഇത്രയും നാൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള സ്ട്രാറ്റജികൾ മൊത്തത്തിൽ പൊളിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഒറ്റ വിഷയം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങൾ അത്രത്തോളം രാഹുലിനെ കരുവാക്കിയിട്ടുണ്ട്, വേട്ട ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും അതിൻ്റെ തലേ ദിവസം വരെയും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് രാഷ്ട്രീയ സാഹചര്യങ്ങളൊന്നുമല്ല, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ചെയ്വനകളും മാത്രമായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് രമേഷ് പിഷാരടി പറയുന്ന രാഷ്ട്രീയം നമുക്കറിയാം. രമേഷ് പിഷാരടി ഏത് സമയത്താണ് രാഷ്ട്രീയത്തിൽ, അതായത് കോൺഗ്രസിലേക്ക് കൂടുതൽ അടുത്ത് വന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ധർമ്മജൻ മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രമേഷ് പിഷാരടി ഡയറക്റ്റായിട്ട് ഇറങ്ങുന്നു. അതിനുശേഷം അദ്ദേഹം സജീവ കോൺഗ്രസ് പ്രവർത്തകനായിട്ട് മാറുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, സിനിമയിൽ രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് പുറത്താക്കലാണ്. അടിച്ച് പുറത്താക്കി പിണ്ടം വയ്ക്കും. സിനിമയെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ്. പലപ്പോഴും സ്വന്തം രാഷ്ട്രീയം പറയാൻ കഴിയില്ല. ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് സിനിമയുടെ ഏത് തട്ടിലിരിക്കുന്ന ആളുകളാണെങ്കിലും ഒരു ഇടതുപക്ഷ ചായവുള്ള ആളുകളാണ്. അപ്പോൾ അവർ ആ രീതിയിലായിരിക്കും നമ്മളെ ഏത് വിഷയത്തിലാണെങ്കിലും പരിഗണിക്കുന്നതാണെങ്കിലും. അങ്ങനെ പല സിനിമാക്കാരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡയറക്റ്റായിട്ട് രാഷ്ട്രീയം പറയുന്ന പല സിനിമാക്കാരും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്ന്. ഇപ്പോൾ ഒരു സിനിമാക്കാരനായി കഴിഞ്ഞാലുള്ളൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും സ്ഥാനത്തേക്ക് പരിഗണിക്കുമ്പോൾ അവിടെ രാഷ്ട്രീയം നോക്കി തന്നെയാണ് പരിഗണിക്കുന്നത്. പിന്നെ ഇടതുപക്ഷ സംഘടനകളാണ് കൂടുതലും ഇത്തരത്തിലുള്ള കലാകാരന്മാരെ ആണെങ്കിലും ഇത്തരത്തിലുള്ള സംഘടനകൾ നിയന്ത്രിക്കുന്നത്. അപ്പം സംഘടനയിൽ ഒരു വിലക്ക് കിട്ടാനുള്ള സാധ്യതകൾ പലപ്പോഴും പല സിനിമാക്കാരും പറഞ്ഞിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ പിഷാരടിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, പിഷാരടിയോട് കോൺഗ്രസ് ചോദിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് നമ്മളൊരു സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തിനോട് ചോദിക്കും, താങ്കൾക്ക് ഇന്ന സ്ഥലത്ത് മത്സരിക്കാൻ താല്പര്യമുണ്ടോ? അപ്പോൾ തൃപ്പൂണിത്തറയിലും പാലക്കാടും മത്സരിക്കാനുള്ള 2 ഓഫറുകൾ പാർട്ടി വെക്കുന്ന സാഹചര്യത്തിൽ പിഷാരടി പാലക്കാട് മത്സരിക്കാം എന്നൊരു താല്പര്യം സന്നദ്ധ അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചാണെങ്കിൽ പിഷാരടിയുടെ സുഹൃത്തുക്കൾ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിഷാരടി അതിനുള്ള സന്നദ്ധ അറിയിച്ചിട്ടുണ്ട്. പാലക്കാട്ട് മത്സരിക്കാനുള്ള സാധ്യതകൾ വരുന്നുണ്ട്. ഇപ്പോൾ രാവിലെ തൊട്ട് മാധ്യമങ്ങളെല്ലാം എടുത്തു നോക്കി കഴിഞ്ഞാൽ പിഷാരടി മത്സരിക്കുന്നു പാലക്കാട് അത്രത്തോളം, അതായത് നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിലൊന്നും പാലക്കാട് അത്രയേറെ ചർച്ച ചെയ്തിട്ടില്ല. പാലക്കാട് ചർച്ച ചെയ്യുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശ്രീധരന്റെ വരവോട് കൂടിയാണ്. ഈ ശ്രീധരന്റെ വരവിന്റെ സമയത്ത്, അതും ആ ഇലക്ഷന്റെ സമയത്ത് തന്നെയാണ്. കോൺഗ്രസ് വിജയിക്കുമെന്നുള്ള ഉറപ്പുണ്ടായിരുന്ന ഒരു മണ്ഡലത്തിൽ ഈ ശ്രീധരൻ ശക്തമായി പോരാടുന്നു. ഷാഫി പറമ്പിൽ ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. പക്ഷേ അതിന്റെ അടുത്ത വർഷം ഷാഫി പറമ്പിൽ വലിയൊരു ഭൂരിപക്ഷത്തിലാണ് വിജയിക്കുന്നത്. അത് ശരിക്കും CPM സീറ്റ് ആയിരുന്നു. നേരത്തെ ഒരു KK ദിവാകരൻ ജയിച്ചിരുന്ന സ്ഥലമാണ്. അതെ, കാരണം നമുക്കറിയാം പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാട് CPM മണ്ഡലമായിരുന്നു, ഇടതുകോട്ടയായിരുന്നു. പിന്നീട് അത്
ഇടതിൽ നിന്നും ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് CPM അല്ല BJP-യിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടുത്തെ ഒരു കോൺഗ്രസിന്റെ വോട്ടുകൾ അവിടെ തന്നെ നിലനിന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ പലപ്പോഴും പറയും കോൺഗ്രസിൽ നിന്നാണ് BJP-യിലേക്ക് വലിയ ഒഴുക്ക് പോകുന്നത്. പക്ഷെ അതിന്റെ ഒരു യാഥാർത്ഥ്യം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അടിത്തട്ടിൽ CPM-ൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തകർ. അവിടെ വിഭാഗീയത പാലക്കാട് വളരെ കൂടുതലായിരുന്നു CPM-ല്. അല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും CPM-ന് വലിയ വിഭാഗീയതയായിരുന്നു. അതുകൊണ്ടാണ് 3ാം സ്ഥാനത്തേക്ക് പോയത്. സരിനെ നിർത്തിയത് തന്നെ അതുകൊണ്ടാണ്. ശരിക്കും ഒരു സ്ഥാനാർത്ഥിയെ പോലും കിട്ടാത്തതുകൊണ്ടാണ് അവർ സരിനെ പിടിക്കുന്നത്. ഒരു മുഖമില്ല പാലക്കാട് നിർത്താൻ CPM-ന് കഴിവുള്ള ആരുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഇപ്പുറത്ത് നിന്നിരുന്ന സരിനെ ഇളക്കി അപ്പുറത്ത് കൊണ്ടുവന്നിട്ട് കോൺഗ്രസ് സീറ്റ് കിട്ടാതെ വരുന്നു, സരിനെ അവിടെ തന്നെ ഇവരങ്ങ് എടുക്കുന്നു. അല്ല, അത് കോൺഗ്രസിന്റെ വിജയമായിരുന്നു എന്ന് നമ്മൾ പിന്നീട് തിരിച്ചറിഞ്ഞു. സരിനെ നിർത്തുന്നതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ നിർത്തി കഴിഞ്ഞാല് രാഹുലിന്റെ റേഞ്ചും അതോടെ മാറുകയായിരുന്നു. പാലക്കാട് MLA എന്നൊരു സ്ഥാനം വരുമ്പോൾ തന്നെ രാഹുലിന്റെ റേഞ്ച് മാറി. അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ റേഞ്ച് മാറി. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടിരിക്കെ ജയിലിൽ പോകുന്ന ഒരു സാഹചര്യം, അതും CPM തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു സാഹചര്യമാണ്. വെളുപ്പാങ്കാലത്ത് വീട്ടിൽ കയറി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സംഘടനാ കാര്യമായിരുന്നു. അതിലൊന്നും ഇടപെടേണ്ട ഒരു കാര്യവുമില്ല. അല്ല, അത് കഴിഞ്ഞിട്ട് 9 ദിവസം ജയിലിൽ കിടക്കുമ്പോ 9ാമത്തെ ദിവസം രാഹുൽ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു രംഗമുണ്ട്. ഞാനും അവിടെ പോയി നിന്നാണ്. ആ ജയിലിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ആരവമുണ്ട്. ദേശീയ നേതാക്കളടക്കം രാഹുലിനെ വരവേൽക്കാനായിട്ട് വന്നു നിൽക്കുന്നൊരു ജനാവലി നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അത്രത്തോളം വലിയൊരു താരാരാധന രാഹുലിന് അവിടെ ഉടലെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സമരമുഖങ്ങൾ പിന്നീട് കണ്ട രാഹുൽ എന്ന് പറയുന്നത് വ്യത്യസ്തമായൊരു രാഹുലായിരുന്നു. ചാനൽ ചർച്ചയിൽ നിന്ന് നമുക്കറിയാം, ചാനൽ ചർച്ചയിൽ പോയി സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അല്ല, അങ്ങനെ തന്നെയാണ് പുള്ളി അറിയപ്പെട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ പാലക്കാട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഈ ഉപതെരഞ്ഞെടുപ്പിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് രാഹുലെ ഇതിനകത്ത് കണ്ടിട്ടുള്ളത് കോൺഗ്രസിന്റെ വോട്ട് അവിടെ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോഴും സ്ഥാനാർത്ഥിയുടെ ഇമേജ് ഒരു വലിയ ഘടകമായിരുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം അവിടെ മത്സരിച്ചപ്പോൾ BJP-യിൽ നിന്ന് വോട്ടും CPM-ൽ നിന്ന് ഈ ചാഞ്ചാടി നിൽക്കുന്ന വോട്ടുകൾ പലതും രാഹുലിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചരിത്ര ഭൂരിപക്ഷം, വളരെ നല്ല ഭൂരിപക്ഷം. രാഹുൽ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി പോലും ഇത്രയും ഭൂരിപക്ഷം പ്രതീക്ഷിച്ചില്ല. അപ്പോൾ കഴിഞ്ഞ തവണ അവിടെ കൃഷ്ണകുമാറാണ് സ്ഥാനാർത്ഥിയായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയ സമയത്ത് ഈ 3 സ്ഥാനാർത്ഥികളും വന്നൊരു സന്ദർഭത്തിൽ നമ്മൾ അവിടെ പോയി ഇവരുടെയൊക്കെ ഒപ്പീനിയൻ എടുക്കുന്നു, നാട്ടുകാരുടെ ഒപ്പീനിയൻ. അപ്പോൾ നാട്ടുകാരുടെ ഒപ്പീനിയനിൽ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഭയങ്കരമായ ഇഷ്ടമായിരുന്നു നാട്ടുകാർക്കെല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിൽ കോൺഗ്രസിനുള്ള വോട്ടും BJP-യിൽ നിന്നും CPM-ൽ നിന്നുള്ള വോട്ടും ഈ രാഹുലിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ രാഹുലിനോട് താല്പര്യമുള്ളവർ ഉണ്ട് എന്ന് പറയുമ്പോഴും കോൺഗ്രസിന് കിട്ടാനുള്ള വോട്ടും ഈ പറയുന്ന താല്പര്യമുള്ളവരുടെ വോട്ട് പിഷാരടിക്ക് കിട്ടിയാൽ പിന്നെ ഈ പറയുന്ന രീതിയിൽ BJP-യുടെ സ്ഥാനാർത്ഥി ഒരു നിർണായക ഘടകമായിരിക്കും. BJP ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളത്. കൃഷ്ണകുമാർ അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൃഷ്ണകുമാർ ആയിരുന്നാൽ എന്റെ കൂടാനേ സാധ്യതയുള്ളൂ, എന്റെ ഈ ലീഡ് കൂടാനേ സാധ്യതയുള്ളൂ. അല്ല, എന്നാലും കഴിഞ്ഞ വട്ടം കിട്ടിയ 15,000 വോട്ട് എന്ന് പറയുന്നത് വലിയൊരു മാർജിനാണ്. അപ്പൊ 15,000 വോട്ടം കണ്ടാണ് അതിന്റെ പകുതിയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സുഖമായി കോൺഗ്രസ് വിജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റാണ് പാലക്കാട് എന്ന് പറയുന്നത്. പിഷാരടിയെ പോലൊരു ജനകീയ മുഖം വരികയാണെങ്കിൽ അത് കൃത്യമായിട്ട് നിലനിർത്താൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്ക് അവിടെ വിലയിരുത്താൻ കഴിയുന്നത്. അതെ, കോൺഗ്രസിന്റെ ഒരു വിജയമായിട്ട് തീരാൻ പോകുന്നത് CPM-ന്റെ ഒരു നല്ല കാൻഡിഡേറ്റിനെ കിട്ടാനില്ല. സരിന് തന്നെ വീണ്ടും മത്സരിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. CPM-ന്റെ കാൻഡിഡേറ്റ് ഇപ്പോൾ ശോഭ സുരേന്ദ്രന്റെ പേരാണ് BJP-യിൽ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിഷാരടിയുടെ ആ ഒരു ഇപ്പോൾ രാഹുൽ പറഞ്ഞ പോലെ സംസാര രീതിയും അദ്ദേഹം പിന്നെ ഈ പറയുന്ന ഒരുപാട് സരസമായിട്ട് സംസാരിക്കുകയും ആ പറയുന്ന രീതിയിൽ ആൾക്കാരുടെ ഇടയിലേക്ക് ചെല്ലുകയും അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കൊരു പിന്നെ ബാക്കി ഇവർ പറയുന്ന മറ്റു കാര്യങ്ങൾ, രാഷ്ട്രീയ എതിരാളികളുടെ മറ്റ് ഡയലോഗുകളൊക്കെ സിനിമയിൽ കാണുന്നത് പോലെയോ ചാനൽ ചർച്ചയിൽ സംസാരിക്കുന്നത് പോലെയോ അല്ല യഥാർത്ഥ രാഷ്ട്രീയം. ജനങ്ങളുടെ ഇടയിലേക്ക് വരിക, ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം പിടിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ സംശയം ചോദിച്ചോട്ടെ, ഈ തൃപ്പൂണിത്തുറയിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ സ്വന്തം നാടാണെന്ന് തോന്നുന്നു തൃപ്പൂണിത്തുറ. അപ്പൊ അവിടെയും വളരെ വിജയസാധ്യത ഉണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ തൃപ്പൂണിത്തുറ വിട്ട് അദ്ദേഹം പാലക്കാട് പോകുമ്പോൾ വളരെ ഉറപ്പായ ഒരു സീറ്റ് തന്നെയാണ് തൃപ്പൂണിത്തുറയാണെങ്കിലും ഉണ്ടാവുക. അപ്പോൾ തൃപ്പൂണിത്തുറയിൽ നിന്ന് പാലക്കാടേക്ക് പോകുമ്പോൾ അത്രത്തോളം കോൺഫിഡൻസ് കോൺഗ്രസിന് പിഷാരടിയിൽ ഉണ്ട് എന്ന് തന്നെ നമുക്ക് കരുതാമോ? ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉടലെടുക്കുന്നത് കൊണ്ടായിരിക്കും. കാരണം സെറ്റിൽമെന്റുകൾ ഉണ്ടല്ലോ കോൺഗ്രസിനെ സംബന്ധിച്ച്, ഓരോ പാർട്ടിക്കും ഓരോ ഘടകകക്ഷികൾക്കും കൊടുക്കുന്ന സെറ്റിൽമെന്റുകളുണ്ട്. അപ്പോൾ ആ സെറ്റിൽമെന്റ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റുകൾ വിഭജിക്കുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ സീറ്റ് അല്ല വിഭജിക്കുന്ന സാഹചര്യത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമ്പോൾ പിന്നീട് വിജയ സാധ്യതകൾ വലിയൊരു പങ്കുണ്ട്. പാലക്കാട് ആര് നിന്ന് കഴിഞ്ഞാൽ വിജയിക്കുമെന്നതിന്റെ അവസാന വാക്ക് എത്തിപ്പെടുന്നത് ചിലപ്പോൾ പിഷാരടിയിലേക്കാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം.